ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഇതുവരെ തൊട്ട എതിരാളികളിലെ ജെആറില്ലായിരുന്നു. ജെആർ ഈസ് സംതിങ് സ്പെഷ്യൽ, വെരി സ്പെഷ്യൽ. എന്ത് സ്പെഷ്യാലിറ്റിയാടാ? അമ്മേ കഴിക്കമ്മേ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ജീവൻ അവിടെ നിൽക്കാൻ തീരുമാനിച്ചെങ്കിൽ അങ്ങനെ ഇങ്ങ് നടന്നോട്ടെ. അമ്മ ഇനി അങ്ങോട്ട് പോവണ്ട. അമ്മയുടെ സ്വപ്നം നല്ല സമാധാനമുള്ള ഒരു കുടുംബമായിരുന്നു. അതിനുവേണ്ടി അമ്മയെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ അമ്മ ചെയ്തിട്ടുമുണ്ട്. ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ അമ്മ ശ്രമിച്ചു. ഏറ്റവും അവസാനം മാത്രം പ്രതികരിച്ചു. അമ്മയ്ക്ക് എവിടെയാ മോളെ തെറ്റുപറ്റി പോയത്? അമ്മയോട് എന്താ എല്ലാവർക്കും ഇത്രയും വൈരാഗ്യം? എന്തിനാ എല്ലാവരും കൂടി അമ്മ ഇങ്ങനെ തോൽപ്പിക്കുന്നത്? മുൻപൊക്കെ എല്ലാവരും പറയില്ലേ, സുജാതയുടെ കൈവെള്ളയിലാണ് സുജാതയുടെ കുടുംബമെന്ന്. അതൊക്കെ ഒലിച്ചു പോയില്ലേ മോളെ? അമ്മ ജീവിക്കുന്നതിന് ഇനി വല്ല അർത്ഥമുണ്ടോ? ആന്റി, ജീവിതം ഉപേക്ഷിക്കാനൊക്കെ എളുപ്പോ. പക്ഷേ ഈ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങളൊക്കെ സമ്മതിച്ചു കൊടുത്തിട്ട് വേണ്ടേ? ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാക്കാന്നൊക്കെ ആന്റിയോട് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷേ പടുകുഴിയിന്ന് കരകയറാൻ പ്രയാസപ്പെടുന്ന ഞാൻ എന്ത് പറയാനാ? നിത്യയെ സംരക്ഷിക്കാമെന്ന് ഞാൻ ആന്റിക്ക് വാക്ക് തന്നു. ഇയാളുടെ മുഖത്തൊരു ചിരി ഉണ്ടാവുന്ന എന്റെ നെഞ്ചിൽ കൈതൊട്ട് ഞാൻ പറഞ്ഞു. അതൊന്നും പാലിക്കാൻ പറ്റാതെ ഞാൻ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നില്ലേ? അമ്മേ, ജ്യോതിയോ ജീവനോ ആരും അമ്മയ്ക്ക് എതിരെ നിന്നോട്ടെ. അമ്മ എനിക്ക് തന്ന സ്നേഹമുണ്ടല്ലോ, അതിന് എന്റെ ജന്മം തന്നെ പകരം തരാൻ ഞാൻ തയ്യാറാ. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷേ അമ്മയെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റും. അമ്മ എന്ത് തീരുമാനം എടുത്താലും അമ്മയുടെ കൂടെ അമ്മയുടെ മക്കളായിട്ട് ഞങ്ങൾ 2 പേരും ഉണ്ട്. അങ്കിളിന്റെ സ്വഭാവമാറ്റത്തില് ആന്റി പകച്ചു നിൽക്കണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഒരിക്കൽ അങ്കിള് തിരിച്ചറിയൂ ആന്റി, ഈ യഥാർത്ഥ സ്നേഹത്തിന്റെ വില എന്താണെന്നുള്ളത്, ആന്റിയുടെ ആത്മാർത്ഥതയ്ക്കുള്ള വില എന്താണെന്ന്. എല്ലാവരും എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ബാക്കിയുണ്ടാവുന്നുണ്ട്. നെഞ്ചിനകത്തൊരു കത്തലുണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഇനി ഒരിക്കൽ അമ്മേ നിന്റെയൊക്കെ പിന്നിൽ ആരാടാ ഒരുത്തനെ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടിയിട്ട് തല്ലിച്ചതക്കുന്നത്? അത്ര കേമത്തൊന്നുമല്ലടാ. നിങ്ങൾ എന്നെ കൊല്ലൂന്ന് പറഞ്ഞാലും എനിക്ക് എന്റെ ജീവനെ കുറിച്ച് ഒരു പേടിയില്ല. ചവിട്ടി കൊന്നോളി. എന്നെ പിടിച്ചുകൊണ്ടുവരാൻ നിന്നോടൊക്കെ പറഞ്ഞവനാണെങ്കിൽ പകൽ വെളിച്ചത്തിൽ കൺമുന്നിൽ വരാൻ അവന് ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറ. മിണ്ടാൻ വേണം.
താനായിരുന്നല്ലേ JR? യെസ്. അനന്തൻ എനിക്കെതിരെ എഴുതാൻ തുടങ്ങിയെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ അനന്തനെ കുറിച്ച് അന്വേഷിക്കായിരുന്നു. വാവ്, വാട്ട് എ ഗ്രേറ്റ് പ്രൊഫൈൽ. സാമ്രാജ്യത്തെ ശക്തികളോട് സന്ധിയില്ലാതെ സമരം ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ. പിന്നെ ആ പ്രസ്ഥാനം വിട്ട് സോഷ്യൽ മീഡിയ ശക്തമായതോടെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇറങ്ങി തിരിച്ചവൻ. എഴുതുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവൃത്തികളിലും അസാമാന്യ വിപ്ലവം. അതിസമ്പന്നന്മാരുടെ അടിവേര് തപ്പിപ്പോയത് ഒന്നല്ല, ഒരുപാട് തവണ. അതിശക്തന്മാരെ വീഴ്ത്തിയതും പലതവണ. ആഹാ, കേമം, ബഹുകേമം. പക്ഷേ അനന്ത, നീ ഇതുവരെ തൊട്ട എതിരാളികളിലെ JR JR ഈസ് സംതിങ് സ്പെഷ്യൽ, വെരി സ്പെഷ്യൽ. എന്ത് സ്പെഷ്യാലിറ്റിയാടാ? അന്യം വേർത്തത് തട്ടിപ്പറിച്ചെടുത്ത് പാവങ്ങളെ കൊള്ളയടിക്കാൻ ശ്രമിച്ചതോ? ഈ നാടിന്റെ പൈതൃകമായിരുന്ന കൃഷിയെ നശിപ്പിക്കാൻ ശ്രമിച്ചതോ? നിന്നെ പോലുള്ളവർ ഈ നാട്ടിൽ വാഴാതിരിക്കാനാ ഞാനിതിനൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതൊക്കെ ഓക്കെ. പക്ഷെ അനന്ത, അനന്തന്റെ പിന്നിൽ വേറെ ആരൊക്കെയോ ഉണ്ടല്ലോ. അനന്തനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരാള് ആരാ? അതാരാണെന്ന് മാത്രം അറിഞ്ഞാ മതി എനിക്ക്. അതിനാ ഇവരോടൊക്കെ പറഞ്ഞ ആചാരപരമായിട്ട് ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. അനന്ത, ഇവന്മാര് നിന്നെ കൈവച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. മധുര നൊമ്പരക്കാറ്റ്